പിന്നെ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഷൂട്ടിങ്ങിന് നമുക്ക് പുറത്തൊക്കെ പോയി ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയം പുള്ളി ആ ഗ്യാപ്പിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്ത മൂവിയാണത്. എന്നിലേക്ക് എത്തിയത് കുറച്ച് യുവങ്ങളായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ വേണം. അങ്ങനെ കുറെ പേര് നമ്മുടെ ആക്ലാബ് അനുപ്രഭൊക്കെ അങ്ങനെ വന്നത് ആക്ലാബിലൂടെ കുറച്ച് പേര് ഓഡീഷൻ ചെയ്തെടുത്തു. അപ്പൊ ആ സമയത്താണ് പുള്ളി എന്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോ എന്നോട് ഓഡീഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അറിയുന്ന ആൾക്കാര് അവരുടെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അത് പിന്നെ നമ്മളെ ഒരു പടമായി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സംഭവമാണ്. നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റാനുള്ളത്. തുടങ്ങിയത് കോവിഡ് സമയത്താണ്. പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിന്റെ ഷെഡ്യൂൾ തിരുപ്പൂരായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയം എടുത്ത് ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടോറിയൽ ഫിലിം തന്നെയാണ്. ഡയറക്ടറിന്റെ ഒരു വ്യൂ ഉണ്ട്. പുള്ളി പറഞ്ഞു തരും, കറക്റ്റ് പറഞ്ഞു തരും എങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ആയിരിക്കും. ഈ മാർച്ച് 8 വിമൻസ് ഡേ ആണ് അല്ലെ? ഇതൊരു സ്ത്രീകൾക്കുള്ള സ്ത്രീപക്ഷ സിനിമയാണ്. പക്ഷം എന്ന് പറയാൻ പറ്റില്ല, ലേഡീസ് ഓറിയന്റഡ്. അതെ അതെ, അവരുടെ ഒരു വ്യൂ പോയിന്റ്, ഒരു സ്ത്രീയുടെ വ്യൂ പോയിന്റ് എന്നുള്ളൊരു സിനിമ. പുരുഷന്മാർക്കും നല്ല എല്ലാ ടൈപ്പ് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിലത്തെ ഓരോ കഥാപാത്രങ്ങളിലും നമ്മൾ ഓരോരുത്തരും ഉണ്ട്. കാരണം ഇത് ഏതൊരാൾ കണ്ടാലും ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ആ ആളുമായിട്ട് കണക്ഷൻ ആയി. ബട്ടർഫ്ലൈ ഗേൾ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് രണ്ടുപേര് നമ്മുടെ കൂടെയുണ്ട്, അൻവർ, അനുപ്രഭ. അപ്പോൾ ബട്ടർഫ്ലൈ ഗേൾ ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. കുറെ കാലമായി നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു. അത് ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയി കുറെ അവാർഡ്സ് കിട്ടി. അപ്പോൾ നിങ്ങൾ കുറെ പുതിയ ആളുകൾ, ഇന്ന് നിങ്ങളാരും പുതിയതല്ല അല്ലെ? ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും പുതിയ ആളുകളായിരുന്നു. അപ്പോൾ അൻവർ തന്നെ തുടങ്ങാം. അൻവർ, എന്താണ് ബട്ടർഫ്ലൈ ഗേൾ? അൻവറിന്റെ ഒരു ക്യാരക്ടർ എന്താണ് അതില്? അതില് നായികയായിട്ട് ചെയ്തിട്ടുള്ളത് ധന്യനാഥാണ്. ധന്യയുടെ അതാണ് അതിന്റെ ക്യാരക്ടർ. അവളുടെ കൂടെ എല്ലാത്തിനും എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സിനിമയിലേക്ക് കൂടെ ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ ആ ഒരു കേരളത്തിലല്ല പുള്ളി എടുത്തിട്ടുള്ളത്. പുള്ളി വേറൊരു പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തത്. വർക്ക് ചെയ്യുന്നവരെ പുള്ളിയുടെ ആഡ്സിൽ വർക്ക് ചെയ്തതാണോ? ആഡ്സിലൊക്കെ പുള്ളിയുടെ ലാൽബാഗ് മൂവിയിൽ ഞാൻ അതിലൊക്കെ അപ്പൊ അങ്ങനെ വലിയൊരു പ്രൊജക്ട് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ലോക്ക്ഡൌണിലൊക്കെ സമയത്ത് അതൊന്ന് കുറച്ച് മാറ്റി വെച്ചു. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ തുടങ്ങിയ പടമാണത്. പിന്നെ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഷൂട്ടിങ്ങിന് നമുക്ക് പുറത്തൊക്കെ പോയി ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയം പുള്ളി ആ ഗ്യാപ്പിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്ത മൂവിയാണത്. എന്നിലേക്ക് എത്തിയത് കുറച്ച് യുവങ്ങളായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ വേണം. അങ്ങനെ കുറെ പേര് നമ്മുടെ ആക്ലാബ് അനുപ്രഭൊക്കെ അങ്ങനെ വന്നത് ആക്ലാബിലൂടെ കുറച്ച് പേര് ഓഡീഷൻ ചെയ്തെടുത്തു. അപ്പൊ ആ സമയത്താണ് പുള്ളി എന്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോ എന്നോട് ഓഡീഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓഡീഷൻ അങ്ങനെയാണ് എന്നെ ത്രൂ ഔട്ട് റോളാണ് തോന്നുന്നു അല്ലെ? ധന്യയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ്. അനുവിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നതിൽ ഫ്രണ്ട് ആയിട്ട് തന്നെയല്ലേ? അറിയുന്ന ആൾക്കാര് അവരുടെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അത് പിന്നെ നമ്മളെ ഒരു പടമായി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സംഭവമാണ്. നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റാനുള്ളത്. പ്രശാന്ത് സാർ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. പ്രശാന്ത് എനിക്കറിയാം ഞങ്ങള് ആക്ലാബിയൻസാണ്. അപ്പോ നിങ്ങളൊക്കെ ആക്ട് ലാബ് ആക്ട് ലാബ് പ്രൊഡക്ട്സ് ആണ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ അറിയാം. എന്നാലും നമ്മള് ഒരു സിനിമയിലേക്ക് ആവുമ്പോ കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ആയിരിക്കുന്നല്ലോ. അതിന് നോക്കി തന്നെ സാറ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ക്യാരക്ടറിന്റെ ധന്യയുടെ ഫ്രണ്ട്സ് സർക്കിളിൽ വരുന്ന ഒരാളായിട്ട് തന്നെയാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എത്രാമത്തെ സിനിമയാണ്? ഫസ്റ്റ് മൂവി ഏതായിരുന്നു? ലാസ്റ്റ് ചാനലുകളിലൊക്കെ നോക്കാൻ പല്ലുട്ടി പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലേ? ചെറുതായി ഇത് പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മ പോലെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫ്ലാറ്റില് ഒരു എന്താ പറയാ കോവിഡിന്റെ ആ ഒരു ടൈമിലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് അല്ലെ? എനിക്ക് തോന്നുന്നു ഇതിന്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാമറാമാനും അല്ലെ എഡിറ്റേഴ്സ് അനിൽ വിജയ്, സുനീഷ് എല്ലാവരും ഒരു സൗഹൃദ കൂട്ടായ്മ എന്നാണ്. ആ ഒരു ഓർമ്മ ഇപ്പൊ കുറച്ചായല്ലോ.
അന്ന് ഒരു കോവിഡ് സമയത്ത് ഈ പറഞ്ഞ പോലെ കോവിഡ് സമയത്തായിരുന്നു. തുടങ്ങിയത് കോവിഡ് സമയത്താണ്. പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിന്റെ ഷെഡ്യൂൾ തിരുപ്പൂരായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയം എടുത്ത് ചെയ്തതാണ്. കാരണം എല്ലാവർക്കും ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സമയത്ത് നോക്കി ചെയ്തത്. വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മളിത് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ഒരു സർക്കിളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും അല്ലെ, അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. അങ്ങനെ ചെയ്ത സിനിമയാണ്. അതൊരു ഫാമിലി പോലെ, ഫാമിലി തന്നെ ശരിക്കും. അതിനാണ് ഇപ്പൊ അനുപ്രഭയുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സഹകരിച്ച് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റിഹേഴ്സൽ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊരു? ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടോറിയൽ ഫിലിം തന്നെയാണ്. കാരണം ഇത് ഒരു വ്യൂ ഉണ്ട്. പുള്ളി പറഞ്ഞു തരും, കറക്റ്റ് പറഞ്ഞു തരും എങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത് പെർഫെക്റ്റ് ആയിരിക്കും. അത് വിഷൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത്, മീറ്റർ എന്താണ് നമുക്ക് അറിയാം. പിന്നെ ഇപ്പൊ ഇതിന്റെ പേര് ഈ ബട്ടർഫ്ലൈ _ ഗേൾ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ID ഒക്കെ വെച്ച് അങ്ങനത്തെ ഒരു ടൈറ്റിലിംഗ് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര. അപ്പം കൂടുതൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് അത് ചർച്ച ചെയ്യുന്നത്. ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. കാരണം ഇന്നത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കൂടുതലും അവർ സോഷ്യൽ മീഡിയയിലൂടെ ആണ് അവര് എന്താ പറയാ ഈ ഓരോ വീഡിയോസ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന അത് പിന്നീട് കുറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുണ്ട്. അപ്പൊ അവളുടെ ഒരു ഇതിലൂടെയാണ്, ലൈഫിലൂടെയാണ് ആ സിനിമ പോകുന്നത്. ഈ ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയിട്ടുണ്ട്, കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അവാർഡ്സ് എനിക്ക് തോന്നുന്നു മികച്ച സിനിമയും സംവിധായകനും നടിക്കും ഒക്കെ എല്ലാവർക്കും ഒരുപാട് എഡിറ്റർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോയിരുന്നു നിങ്ങൾ ഇതില് ഈ സിനിമ നിങ്ങൾ അന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ഫെസ്റ്റിവൽസിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു? ഞാൻ 3-4 ഫെസ്റ്റിവൽസ് മുംബൈയിൽ ഞാൻ പോയിട്ടുണ്ട്. മുംബൈയിൽ പോയിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനിവിടെ 2023 എന്തോ ആയിരുന്നു തോന്നുന്നു ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്ന എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് അവിടെ കാണുന്ന ഓഡിയൻസ്? കാരണം അത് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് അല്ല, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തോട്ട് ആളുകൾ ഉണ്ടാവും. അവിടെ ഇന്ത്യയിൽ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന വലിയൊരു അഖിലേന്ത്യാ പുസ്തകമില്ലേ, ലഗാനിലൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ പടം നമ്മുടെ കൂടെ ഇരുന്ന് കണ്ടു. പടം കഴിഞ്ഞു പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. കുറെ ഞാൻ നമ്മളും സ്വന്തം വിചാരിച്ചില്ല, അവർ നേരിട്ട് കാണാൻ പറ്റുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ടാ കണ്ടത്. എന്നിട്ട് പോയിരുന്നോ ഫെസ്റ്റിവൽസില്? കേരളത്തിലാണ് എങ്ങനെയായിരുന്നു അത്? കണക്ട് ചെയ്യാൻ പറ്റും. 90s കിഡ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടമാണ്. പിന്നെ ഓരോ സ്ത്രീക്കും ഇത് ടച്ച് ചെയ്യും. എന്തായാലും നമുക്കത് ആ ഒരു ജേണിയിലൂടെ കടന്നു പോകണം. ഞാനും ഈ സിനിമ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ ഇവന് കൂടുതൽ സ്ത്രീകൾക്കാണ് ഒരു ഭയങ്കരമായിട്ട് അവര് റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിലെ കഥാപാത്രം റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യണം എന്താ പറയാ, ചിലർക്ക് അത് സാധിച്ചു വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളെപ്പോഴും റിയാക്ട് ചെയ്യുന്നവരെ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാത്തവരും ഈ സമൂഹത്തിലുണ്ട്. അവർക്കത് ഭയങ്കര മനസ്സിലൊരു വിങ്ങലായിട്ട് ഉണ്ട് എന്ന് കാണും. ഇനിയിപ്പോ വേറെ ഏതൊക്കെ സിനിമകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് ചെയ്തത് ഏതൊക്കെയാണ്? പ്രൊജക്ട് വന്നിട്ടുണ്ട്. ഇപ്പം പ്രശാന്തേട്ടൻ തന്നെ പ്രൊജക്ട് തുടങ്ങാനിരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ പുള്ളി അതിലേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാനും വേറെ ഒന്നാണ്ട് പ്രൊജക്ട് അതിന്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിന്റെ കാസ്റ്റിംഗ് തുടങ്ങാൻ തോന്നുന്നു. അഭിനയം തന്നെയാണോ അതോ എഴുത്ത് പരിപാടികളുണ്ടോ? ഞാൻ എനിക്ക് ആക്ടിംഗ് ആണ് കൂടുതലും താല്പര്യം. അതാണ് നോക്കുന്നത്. എപ്പോഴും സിനിമയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അനുവാണെങ്കിൽ ഇപ്പൊ ഏതൊക്കെയാണ് ചെയ്യുന്നത്? പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശാർദൂല വിക്രീഡിതം, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഏറ്റവും കൂടുതൽ വലിയൊരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർ സിനിമ ചെയ്തത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അല്ലേ? ഫാൻസ് ചെയ്തു. അതിന്റെ ഒക്കെ ഒരു ഭാഗം. അതെ അതെ നല്ല പടത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ തിയേറ്ററിലെത്തിയാണ് കുറെ കാത്തിരിപ്പുകൾക്ക് ശേഷം. March 6 എത്തുന്നത്. ഈ March 8 വിമൻസ് ഡേ ആണ് അല്ലെ? ഇതൊരു സ്ത്രീകൾക്കുള്ള സ്ത്രീപക്ഷ സിനിമയാണ്. അതെ അതെ, അവരുടെ ഒരു വ്യൂ പോയിന്റ്, സ്ത്രീയുടെ വ്യൂ പോയിന്റ് എന്നുള്ളൊരു സിനിമ. പുരുഷന്മാർക്കും നല്ല എല്ലാ ടൈപ്പ് ആൾക്കാരും ഇതിൽ വരുന്നുണ്ട്. ഇതിലത്തെ ഓരോ കഥാപാത്രങ്ങളിലും നമ്മൾ ഓരോരുത്തരും ഉണ്ട്. കാരണം ഇത് ഏതൊരാൾ കണ്ടാലും ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ആ ആളുമായിട്ട് കണക്ഷൻ. അങ്ങനത്തെ ഒരു റിയൽ സ്റ്റോറി തന്നെ പറയാം. അങ്ങനത്തെ ഒരു പാറ്റേണിൽ പോകുന്ന ഒരു മൂവിയാണ്. എന്താണ് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? അതെ, അനു പറയട്ടെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിനിമ എടുക്കുന്നത്, നമ്മൾ ഉൾക്കൊള്ളുന്നത്.
ഇങ്ങനെ ഒരു സിനിമ, ഒരു കൂട്ടായ്മയുടെ സിനിമ, സാറിന്റെ സിനിമ, അതെ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, സഹകരണം ഉണ്ടായിരിക്കണം. സിനിമ കാണാം, അതാണ് ഏറ്റവും പറയുന്നത്. താങ്ക് യു. ഇപ്പൊ എന്തായാലും ഇത്ര കാലം നിങ്ങളുടെ ഇടയിൽ മാത്രം ഇരുന്നിരുന്ന സിനിമ ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തുകയാണ് അല്ലെ? ഇത് ഫെസ്റ്റിവൽസിൽ മാത്രമല്ല, ഒരു ശരിക്കുള്ള ഓഡിയൻസിലേക്ക് ഇറങ്ങുകയാണ്. മാർച്ച് 6 എല്ലാവരും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.